ഞാൻ ഉണ്ണിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണി ആ മെസ്സേജ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, റെസ്പോണ്ട് ചെയ്തിട്ടേ ഇല്ല. മാസ്റ്റർ പീസ് ചെയ്യുന്നത് വരെ എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ണി ഭയങ്കര സീരിയസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അതുവരെയുള്ള ക്രഷും കാര്യങ്ങളൊക്കെ തീർന്നു അതോടെ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിലൊരു സംഭവമൊക്കെ നടന്ന് ഉണ്ണി എന്നെ ബ്ലോക്ക് ചെയ്തു. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ കേൾക്കുന്നവർക്കും ഒന്നും ഇവളെന്തായി പറയണേ, ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തോന്നും. എല്ലാം പറയാൻ ധൈര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഉണ്ണി എല്ലാം എടുത്ത് തുറന്ന് പറയും. ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്നും അതുകൊണ്ടും കൂടി ആയിരിക്കാം. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാം ഒന്നും പറയില്ല, ചില കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തേ ഞാൻ സംസാരിക്കും. എനിക്ക് കല്യാണം വേണം, എനിക്കൊരു കുടുംബം വേണം, എനിക്ക് കുട്ടികൾ വേണം, എനിക്ക് അങ്ങനെയുള്ള എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ കാര്യം വളരെ തെറ്റായി പലരും എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. ഇപ്പൊ എന്റെ അമ്മ പറഞ്ഞു ചേട്ടന്റെ ചിരി നല്ല രസമാണ്. നമ്മൾ പരസ്പരം ഒരു ബുദ്ധിയുള്ള ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പോലെയാണോ അതെ ശരിക്കും ബുദ്ധിയുണ്ടോ? ദൈവത്തെ അറിയാം. എപ്പോഴും വിഷമം, നമ്മൾ ഇത്ര സിനിമ ചെയ്തിട്ടും ഒരു റെക്കഗ്നേഷൻ നമ്മുടെ നാട്ടിൽ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് തോന്നാറുണ്ട്. കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ ആരോടും ഒന്നും പറയാനറിയില്ല. എനിക്ക് ആരോടും ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല. ആകെ പാടെ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരാൾ എൻ്റെ അമ്മ മാത്രമാണ്. ചേട്ടൻ പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. ക്യൂട്ട്നെസ് അഭിനയിക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. എനിക്കറിയാം ഞാൻ ഈ നോ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ അത് എന്നെ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്റെ കരിയറിനെ എഫക്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അതോ മഹിമയ്ക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണോ? ധൈര്യം ഇല്ലായ്മയൊന്നും ഇല്ല എനിക്ക്. ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ഓപ്പൺ ആയി പറയില്ല. മഹിമ നമ്പ്യാരാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ് മഹിമ. ഹലോ, നമസ്കാരം. നീ തൂവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ, മനു മച്ചിത്തിന്റെ മനോഹരമായ വരികൾ, സാമിന്റെ സംഗീതം. ഈ വരികൾ വെച്ചിട്ടാണ് സത്യത്തിൽ മഹിമ ഞങ്ങളുടെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറിയത്. 2010 മുതൽ മലയാളത്തിൽ ഉണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ എല്ലാവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ സ്പ്രെഡായി കയറിയതും വലിയൊരു സ്റ്റാർഡമിലേക്ക് എത്തുന്നതും ഈ പാട്ടിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മഹിമ പാടുമെന്ന് എനിക്കറിയാം. ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങാം. ആർഡിഎക്സ്ലി സോങ് ഞാൻ ഒരുപാട് വേദികളിലും ഇന്റർവ്യൂസിലും പാടിയതായതുകൊണ്ട് ഇപ്പം ജയഗണേഷിന്റെ വിശേഷങ്ങളുണ്ട്. അപ്പോൾ ജയഗണേഷിൽ ഒരു പാട്ട് ഞാൻ പാടാം. ഒരു പാടുവാൻ നിന്നെ കുറിച്ചുള്ള ഒരു പാട്ടു മാത്രമെൻ ചുണ്ടിൽ മതി. ഒരു പാടു വേണ്ടെനിക്കൊരു നാളും എന്നെ നീ പിരിയില്ല എന്നൊരു വാക്കുമതി. ഈ നമ്മുടെ ആർഡിഎക്സിലെ പാട്ട് ശരിക്കും 107 മില്യൺ കടന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര ഒരു രസമുള്ളൊരു നമ്പറാണ്. ഒരു മലയാളം പാട്ട് അങ്ങനെയൊക്കെ എത്തുക എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു നീലനിലവേന്ന് അങ്ങനെയാണല്ലോ ആ സോങ് തുടങ്ങുന്നത്. അപ്പൊ എന്നെ നേരിട്ട് കാണുമ്പോൾ പലരും നീലനിലവേ എന്ന് വിളിക്കാൻ തുടങ്ങി ഇപ്പം. അപ്പൊ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇത്രയും എനിക്ക് തോന്നുന്നു സിനിമ റിലീസായി സോങ്ങും കൂടെ വന്നതിന് ശേഷമാണ് ഓഡിയൻസിൻ്റെ ഇടയിൽ ഇത്രയും ഒരു റിസപ്ഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിത്തുടങ്ങിയത് ആ പാട്ടും കൂടെ വന്നതിന് ശേഷം. അപ്പം എൻ്റെ കരിയറിൽ എന്താ പറയുക ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് എനിക്ക് ആർഡിഎക്സും ആ സോങ്ങും എല്ലാം. ചില കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ചില പാട്ടുകൾ നമ്മുടെ മനസ്സിനകത്തേക്ക് കയറുമായിരുന്നു. ഈ അടുത്ത കാലത്ത് പല പാട്ടുകളും പോപ്പുലർ ആകുമ്പോഴും ഒരു റൊമാൻറ്റിക് സോങ് വന്നിട്ട് നമ്മളിങ്ങനെ ആകെ റിപ്പീറ്റ് അടിച്ച് ലൂപ്പടിച്ച് കേൾക്കുന്ന തരത്തിലാക്കിയത് ഈ പാട്ടാണ്. ഈ ഷെയ്ൻ അത്യാവശ്യം ഒരു ഷൈനസ് ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ചില ക്രിഞ്ചൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ഈ ആർഡിഎക്സിന്റെ സമയത്ത് അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ? അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു തമിഴ് സ്റ്റൈലിൽ എടുത്ത സോങ് ആണ് ശരിക്കും നീലനിലവേ. ഇപ്പം മലയാളത്തിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഹീറോയിൻ്റെ പിറകെ പാട്ടുപാടി ഡാൻസ് ചെയ്ത് നടക്കുന്ന ഹീറോ. പൊതുവെ ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ സോങ്സ് വരാറില്ല. അപ്പോൾ സാൻഡി മാസ്റ്ററാണ് സോങ് കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പോൾ നഹാസ് സാറിൻ്റെ ഡയറക്ടറിന് ഒരു പ്രത്യേക ഒരു റിക്വസ്റ്റ് ആയിരുന്നു സോങ് ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ ഡാൻസ് ചെയ്ത് പിറകിൽ ഡാൻസേഴ്സൊക്കെ ഡാൻസ് ചെയ്ത് വേണം എന്നുള്ളത്. അപ്പോൾ ഇത് പറയുമ്പോഴേക്ക് ഷെയ്ൻ പൊതുവെ ഒരു എന്താ പറയുക റിയലിസ്റ്റിക് ആയ സിനിമ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അഭിനയമായാലും പുള്ളിക്കാരൻ ചെയ്യുന്ന മൂവീസ് ആയാലും അങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്രിഞ്ച് അയ്യോ ചേട്ടാ എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല എന്ന് ഷെയ്ൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നഹാസ് സാർ വന്നിട്ട് പറയും ഇല്ല പൊളിയാണ് മച്ചാൻ ചെയ്തോന്നും പറഞ്ഞ് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഷെയ്ൻ ഓരോ തവണ ചെയ്യുമ്പോഴും ഇത് ശരിയാവോ എന്നുള്ളൊരു ടെൻഷൻ പല സീക്വൻസിലും ഉണ്ടായിരുന്നു. അതുപോലെ എനിക്കൊന്ന് ഷെയ്ൻ കറങ്ങി വരുന്നത് ഞാൻ വാക്ക് ചെയ്യും. എനിക്കൊന്നുമില്ല, എനിക്ക് കാര്യമായ പരിപാടികളൊന്നുമില്ല, എല്ലാം മെനക്കെട്ട് ഷെയ്നാണ്.
എല്ലാം ഞാൻ നടന്ന് നിൽക്കുവാണ്, ഷെയ്ൻ എൻ്റെ പിറകെ ഡാൻസ് ചെയ്ത് വരും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഷെയ്ൻ കിടന്ന് പണിയെടുക്കുന്നുണ്ടാവും, ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ കൂളായിട്ടൊക്കെ നടന്നു പോയാൽ മതി. അപ്പം ഇത് ചിലപ്പോൾ 1-2 ടേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ല, ഷെയ്നാണ് ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഷെയ്ന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഷെയ്ൻ്റെ ഒരു കംഫർട്ടിൽ നിന്ന് പുറത്ത് വന്നിട്ടാണ് ഷെയ്ൻ ഈ സോങ് ആയാലും ഈ മൂവി ആയാലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പം വലിയൊരു ക്രെഡിറ്റ് ഷെയ്ൻ തന്നെ കൊടുക്കണം ഫോർ ദ സക്സസ് ഓഫ് ദ സോങ് ആയാലും മൂവി ആയാലും. ഈ സിനിമ കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഓളമുണ്ട്, അതുവരെ നമുക്ക് കിട്ടാത്ത ഒരു സ്വീകാര്യതയുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നെളിഞ്ഞു നടക്കാൻ പറ്റുന്ന രീതിയിൽ നടക്കുമ്പോഴും. പക്ഷെ മഹിമ പൊതുവിൽ പാവമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ അങ്ങനെ എന്താ തോന്നുന്നത് ചേട്ടൻ, എന്താ തോന്നുന്നത്? അല്ല എനിക്കറിയില്ല, അത് പൊതുവെ ആൾക്കാർ പൊതുവെ പറയുന്ന കാര്യം വിട്ടു, ചേട്ടൻ ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? അല്ല ഇപ്പൊ കണ്ടപ്പോഴല്ല, ഞാൻ ഗുണ്ടുമല്ലിയിൽ കാണുന്ന സമയത്ത് ഗുണ്ടുമല്ലി സോങ്ങിനകത്ത് ഭയങ്കര രസമായിട്ടുള്ള ഒരു ചിരിയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ ഈ പെങ്കൊച്ച് എന്ത് രസമായിട്ട് ചിരിക്കുന്നതെന്ന് തോന്നില്ലേ. അപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് അതിനകത്ത് കാണാൻ. അപ്പൊ നമ്മളൊരു എന്താണൊരു ആരാധന എന്ന് പറയുന്ന തോന്നണമെങ്കിൽ അത്തരം ഒരു ചിരി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല, അത്രയും രസകരമായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാം. ഇപ്പൊ എന്റെ അമ്മ പറഞ്ഞു ചേട്ടന്റെ ചിരി നല്ല രസമാണ്. നമ്മൾ പരസ്പരം ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോമഡി പറയരുത്. ഗുണ്ടുമല്ലി കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. ഇപ്പൊ PR അക്ഷയ് എൻ്റെ അടുത്ത് പറഞ്ഞു പാവം കുട്ടിയാണെന്ന് പറഞ്ഞു. അതെന്താ ഇങ്ങനെ പാവമായിട്ട് അഭിനയിക്കാൻ കഴിയണം? പാവമായിട്ട് അഭിനയിക്കുന്നല്ല കേട്ടോ, എനിക്ക് പൊതുവേ ഞാൻ ഭയങ്കര ഹാപ്പിയായ ഒരു മനുഷ്യനാണ്. ഐ എ വെരി ഹാപ്പി ഹ്യൂമൻ ബീങ്. എല്ലാം ഏകദേശം എല്ലാം പോസിറ്റീവാണ്. എനിക്ക് എന്താണെന്നറിയോ, ഇതൊരു നല്ല കാര്യമാണോ മോശം കാര്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കെല്ലാം പോസിറ്റീവായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് മോശമായി സംസാരിക്കുകയാണെങ്കിൽ കൂടി ഞാൻ അവരുടെ അടുത്ത് നന്നായിട്ടേ സംസാരിക്കുള്ളൂ. കാരണം എനിക്കൊരു ടെൻഡൻസി ഉണ്ട്, ഇപ്പം നമ്മുടെ അടുത്ത് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ അറിയാതെ ചിന്തിച്ചു പോകും. ചിലപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ദേഷ്യമൊക്കെ തോന്നിയാലും പിന്നെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചു പോകും. അപ്പം എനിക്ക് തോന്നും എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ശരിയാണ് ചെയ്യുന്നത്. സിറ്റുവേഷൻ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് ആണ് ഒരാളെ ബിഹേവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പല രീതിയിലും. അപ്പം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ എല്ലാവരും നല്ലവരായ മനുഷ്യരല്ലേ. അപ്പോൾ എനിക്ക് പൊതുവേ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി എനിക്കുണ്ട്. പിന്നെ ചിരി എന്ന് പറയുന്നത് ഐ തിങ്ക് ഞാനിങ്ങനെ ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നത്. എനിക്ക് ചിരിക്കാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ചിരിക്കാതിരുന്നാലാണ് ഞാൻ അഭിനയിക്കുക. ഞാൻ ചിരിച്ചാൽ ഞാൻ ഭയങ്കര നോർമലാണ്. എനിക്ക് ചിരിക്കാതെ കൺട്രോൾ ചെയ്തിരിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അതങ്ങനെ ശീലിച്ചു പോയി. ഒരു പക്ഷേ എൻ്റെ ഫാമിലിയിലും എൻ്റെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും അങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിലെല്ലാവരും അങ്ങനെയാണ്, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേട്ടത്തിയമ്മ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം അതിൽ നിന്ന് കിട്ടിയതായിരിക്കാം ചിലപ്പോൾ, ഒരു പക്ഷെ അവരുടെ ഇൻഫ്ലുവൻസും ആവാം. അല്ല ഇങ്ങനെ ഒരു ലോകത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കണമെങ്കിൽ കുറച്ചധികം വിവരം വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ എവിടെ വിവരമില്ലായ്മയാവാനും മതി. ഇത് വിവരമില്ലായ്മയല്ല. ഇല്ല, ഞാൻ പൊതുവെ എന്നെ ഒന്നും അധികമായിട്ട് ഒന്നും ബോദർ ചെയ്യാറില്ല. ഞാൻ ഇപ്പം സങ്കടമായാലും സന്തോഷമായാലും ഒന്നും ഒരു എക്സ്ട്രീമിലോട്ട് എന്നെ എഫക്റ്റ് ചെയ്യാറില്ല. ഇപ്പോൾ വിഷമമാണെങ്കിൽ തന്നെ ആ ഒരു നിമിഷം കുറച്ച് വിഷമം തോന്നുന്നുണ്ടെങ്കിലും ഞാൻ സങ്കടമായാലും പെട്ടെന്ന് മറന്നു പോകും, ദേഷ്യമായാലും മറന്നു പോകും, സന്തോഷമുള്ള കാര്യമാണെങ്കിലും മറന്നു പോകും. എല്ലാം ഒരു ലിമിറ്റ് വരെ ഉള്ളൂ എനിക്ക്. ഇത് ഒരു കൈൻഡ് ഓഫ് ഡിറ്റാച്ച്മെന്റ് എല്ലാത്തിനും എനിക്കുണ്ട് കുറച്ച്. അതുകൊണ്ടായിരിക്കാം എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണേ. അങ്ങനെ തന്നെ തുടരട്ടെ. താങ്ക് യു. ഇപ്പോൾ 2010 കാര്യസ്ഥം ചെയ്യുന്നു, പിന്നെ നമ്മൾ വരുന്നത് മാസ്റ്റർപീസ്, അത് കഴിഞ്ഞിട്ട് മധുരരാജ് ചെയ്യുന്നു. മധുരരാജ് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യം വാലാട്ടിയും ഒരേ സമയത്ത് വരുന്നു. ഈ സമയത്തൊക്കെ 10-18ഓളം തമിഴ് സിനിമകളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമുഖി 2 ഉൾപ്പെടെയുള്ള സിനിമകൾ ചെയ്തിട്ടും നമ്മൾ എന്തേ ഈ മുത്തിനെ ഇതുവരെയും സ്വീകരിച്ചില്ല എന്നുള്ളത് ഞാനും പലതവണയും പലരോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് RDX ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്നറിയോ, പലർക്കും അറിയില്ലായിരുന്നു ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം. പലർക്കും അറിയില്ലായിരുന്നു. കാരണം ഞാൻ തുടങ്ങിയത് മലയാളത്തിലാണെങ്കിലും അതിനുശേഷം ഞാൻ തമിഴിലാണ് ഹീറോയിനായിട്ട് സജീവമായിട്ട് അവിടെ ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പിലും മാത്രമാണ് ഇവിടെ വന്ന് മാസ്റ്റർപീസ് ചെയ്തു, മധുരരാജ് ചെയ്തു, വാലാട്ടിയും ചെയ്തു. അപ്പം ഈ സിനിമകളിലൊന്നും ഞാൻ അങ്ങനെ ഫുൾ ഫ്ലെഡ്ജ്ഡായ ഒരു ഹീറോയിൻ ക്യാരക്ടർ അല്ല. അപ്പം അധികം അങ്ങ് നോട്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ അല്ല. പക്ഷെ എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി മധുരരാജയിൽ അത്യാവശ്യം നോട്ടീസ് ചെയ്ത് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ എന്നാലും മലയാളിയാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു. കാരണം മെജോറിറ്റി ഓഫ് ദി സിനിമാസ് തമിഴിൽ വന്നതുകൊണ്ട്. ഈ RDX വരുന്ന സമയത്ത് ഈവൻ പെപ്പെ, ഷെയ്ൻ ഇവർക്കൊക്കെ നഹാസർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം തന്നെ അറിയുന്നത്. അപ്പം എൻ്റെ പേര് അവിടെ പെപ്പെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് അവിടെ ബോർഡിൽ എഴുതി വെച്ചായിരുന്നു. ഓപ്ഷൻസ് നോക്കുമ്പോൾ നഹാസറിൻ്റെ പേര് ബോർഡിൽ എഴുതി വെച്ചപ്പോൾ മഹിമ ആയിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം പെപ്പെ ചോദിച്ചത് തമിഴ് കുട്ടിയല്ലേ എന്ന് ചോദിച്ചത്ര. ഇത് എൻ്റെ അടുത്ത് പെപ്പെ പറഞ്ഞിട്ടുണ്ട്.
നഹാസർ ഇതിനു മുമ്പ് വേറൊരു പ്രോജക്റ്റിന് എന്നെ അപ്രോച്ച് ചെയ്തായിരുന്നു, പുള്ളിക്കാരൻ ചെയ്യാനിരുന്ന ഒരു പ്രോജക്റ്റിന്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരനെ അറിയാം ഞാൻ മലയാളിയാണെന്ന്. ഈവൻ രഞ്ജിത്ത് സർ ആയാലും എന്നെ ആദ്യം വിളിക്കുന്ന സമയത്ത് അപ്പോഴും ഞാൻ മലയാളി, അതായത് RDXന്റെ റിലീസിന് മുന്നേ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അപ്പോഴും അറിയില്ല ഞാൻ മലയാളിയാണെന്നുള്ളത്. അപ്പം അതൊരു വലിയൊരു ഡ്രോബാക്ക് ആയിരുന്നിരിക്കാം. കാരണം എനിക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ഒരു കോൺടാക്റ്റും കാര്യമായ കോൺടാക്റ്റും ഒന്നുമില്ല. വല്ലപ്പോഴും 1-2 വർഷത്തിൻ്റെ ഇടയിൽ ഒരു സിനിമ ചെയ്യുന്നു എന്നല്ലാതെ അത് ചിലപ്പോൾ ഒരു ഡ്രോബാക്ക് ആയിരുന്നിരിക്കാം. മലയാളിയാണെന്ന് കുറച്ച് നേരത്തെ ആൾക്കാർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അതിന് മുന്നേ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് മലയാളത്തിൽ വരേണ്ടതായിരുന്നു. എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാനിപ്പം തമിഴിലാണ് സിനിമ ചെയ്യുന്നതെങ്കിലും ഞാൻ സെറ്റിൽഡ് കേരളത്തിൽ തന്നെയാണ്, കാസർഗോഡ് മാറിയിട്ടില്ലായിരുന്നു, ഞാൻ കാസർഗോഡ് തന്നെയാണ്. അപ്പം എൻ്റെ ചുറ്റുള്ള ആൾക്കാരും എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സും ഒക്കെ എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ ഈ സിനിമ ചെയ്യുന്നുണ്ട് ആ സിനിമ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ തമിഴ് സിനിമ പറയുമ്പോൾ അവർക്ക് കാരണം കാണില്ലല്ലോ ആരും, അധികം പേരും തമിഴ് സിനിമ കാണില്ലല്ലോ. അപ്പോൾ മലയാളത്തിൽ എപ്പോഴാണാവോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരുമ്പോൾ എനിക്ക് എപ്പോഴും വിഷമം. നമ്മൾ ഇത്ര സിനിമ ചെയ്തിട്ടും ഒരു റെക്കഗ്നേഷൻ നമ്മുടെ നാട്ടിൽ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ RDX വന്നതോടെ ആ വിഷമം ഞങ്ങളെല്ലാം ഒരുമിച്ച് തീർത്തു തന്നു. സെറ്റ് അടിപൊളി. ഈ കാര്യസ്ഥലിൽ വരുന്ന സമയത്ത് ഒരു ഗുണ്ടുമണിയായിരുന്നു. അപ്പൊ ഈ ഗുണ്ടുമണി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ചെറിയ കാര്യത്തിൽ എക്സസൈസ് ചെയ്യാൻ പോലും നമുക്ക് മടിയുള്ള ഒരു കാലത്ത് ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറയാവുന്ന മാറ്റമാണ്. അപ്പം ആ മാറ്റം വേണമെങ്കിൽ കുറച്ചൊരു അറിവ് വേണം. നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടത് മാറണം. എന്തായിരുന്നു ആ കൊടുത്ത വിദ്യാഭ്യാസം? എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു കാര്യസ്ഥൻ ചെയ്ത് തമിഴ് പോയി തുടങ്ങിയപ്പോഴും ഈ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ എന്താ പറയുക സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്നുള്ള ഒരു പ്രോസസ്സിലോട്ട് പോകുന്നത്. ഒരു 3-4-5 വർഷത്തിന്റെ ഇടയിലാണ്. അതിന് മുന്നേ വരെ എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ആ സിനിമയിൽ അഭിനയിക്കുന്നു, അവരൊരു ഡയലോഗ് തരുന്നു, ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യുന്നു. ചിലപ്പോൾ പക്വതയില്ലായ്മയാവാം അത്. എനിക്ക് ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഐഡിയ ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ PR വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ. കാരണം സിനിമ നമുക്ക് നോക്കിക്കാണുമ്പോൾ അഭിനയം മാത്രമല്ല, അതൊരു വലിയൊരു ടാസ്ക്കാണ്. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ അഭിനയിച്ചാൽ മതി, 3-4-5 നല്ല സിനിമ വന്നാൽ മാത്രം പോരാ. PR ഉണ്ട്, അതേപോലെ നമ്മളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമുണ്ട്, നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമുണ്ട്, നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ എങ്ങനെ വെറൈറ്റി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യമുണ്ട്. ഇതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുത്തു എനിക്ക്. ചിലർക്ക് പെട്ടെന്ന് നടക്കുമായിരിക്കും, പക്ഷേ എനിക്ക് കുറച്ച് സമയമെടുത്തു. അപ്പോൾ ഇത് പഠിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. ഡയലോഗ് തന്നെ പറയുന്നത് മാത്രമല്ല ഇതിൻ്റെ സംഭവം എന്നുള്ളത്. ഇതിനകത്ത് വേറെയും കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ സെൽഫ് പ്രസൻറ്റ് ചെയ്യുന്ന രീതി, നമ്മളൊരു പബ്ലിക് അപ്പിയറൻസ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റിയലൈസേഷൻ നടക്കുന്നത് വരെ ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു, ഞാൻ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആയിരുന്നു, ഭയങ്കര എന്താ പറയുക കോംപ്ലെക്സ് ഉള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിരുന്നു എനിക്ക്. കാരണം നമുക്ക് നമ്മുടെ ഫ്ലോസ് അറിയാം. അപ്പോൾ എനിക്കതിൽ കോംപ്ലെക്സ് ഉണ്ടായിരുന്നു അതുവരെ. എപ്പോഴാണോ ഞാൻ ഇതാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫ്ലോസ് ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്, അപ്പോൾ തൊട്ടാണ് എനിക്ക് കോൺഫിഡൻസ് വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ നെഗറ്റീവ്, ഇതാണ് എൻ്റെ പോസിറ്റീവ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെഗറ്റീവ്സ് എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, നമ്മുടെ സ്കിന്നായാലും നമ്മുടെ ബോഡി ആയാലും നമ്മൾ ധരിക്കുന്ന വസ്ത്രമായാലും ബാക്കി കാര്യങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താ പറയുക എക്സ്പോസ് ടു മച്ച് മേക്കപ്പ്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഫേസിനെ എഫക്റ്റ് ചെയ്യും. അതിന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുന്നു കോവിഡ് ആ സമയത്താണ് എനിക്ക് ചേഞ്ചസ് വന്നു തുടങ്ങിയത്, ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. അങ്ങനെ ദെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ മൈസെൽഫ്. ബോഡി ആയാലും ഫേസ് ആയാലും സ്കിന്നായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പിന്നെ ആ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് ആയ ഒരു ട്രാൻസ്ഫോർമേഷൻ. പണ്ടത്തെ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുന്നത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അത് വന്നതൊരു പോസിറ്റീവ് കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഐ എം വെരി കോൺഫിഡൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, പക്ഷേ അതാണ് എന്നെ ഞാനാക്കുന്നത്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇപ്പോഴുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ക്രൈസ് ഉണ്ടാവണം അതിനകത്ത്. ഏത് ഘട്ടത്തിലാണ് മഹിമയുടെ ഉള്ളിൽ കിട്ടിത്തുടങ്ങിയത്, ലഹരി കിട്ടിത്തുടങ്ങിയത്? എനിക്കൊന്ന് കോവിഡ് സമയത്താണ് എനിക്ക് ആ റിയലൈസേഷൻ വരുന്നത്. അതായത് കോവിഡിന് മുന്നേ വരെ നമുക്ക് വരുന്ന സിനിമകൾ ചെയ്യുന്നു, അതിലേറ്റവും ബെസ്റ്റായ ഇത് ചെയ്യുന്നു, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മൈൻഡ്. അപ്പോൾ കോവിഡ് എന്ന് പറയുന്ന ഒരു വർഷം നമ്മൾ മൊത്തം ഷട്ട് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക ഡിപ്രഷനിലോട്ടെന്ന് ഞാൻ പറയുന്നത്. ഡിപ്രഷനിലോട്ടൊന്നും പോയിട്ടില്ല എനിക്ക്, കാരണം എൻ്റെ സ്വഭാവം വെച്ച് അതിനൊന്നും ഒരു സാധ്യതയില്ല. ഇല്ല ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. കാരണം വീട്ടിൽ ഒരുപാട് മൃഗങ്ങളും എല്ലാം ഉണ്ട്. ഞങ്ങളുടെ വീട് ഭയങ്കര ലൗഡാ, ഭയങ്കര ശബ്ദമാണ് വീട്ടിൽ, ഡാൻസും പാട്ടും ഒക്കെ. അങ്ങനെ ഒരു ആംബിയൻസാണ് വീട്ടിൽ. അപ്പം അവിടെ ചുമ്മാ ഇരിക്കാൻ സമയമില്ല വീട്ടിൽ.
പക്ഷെ എന്നാലും ഒരു തോന്നൽ വന്നു തുടങ്ങി നമ്മൾ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷം സിനിമയില്ല എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താ ഇപ്പം കാരണം കോവിഡ് കഴിഞ്ഞിട്ടുള്ള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് മാറി, ട്രെൻഡ് മാറി, ആർട്ടിസ്റ്റ് മാറി. അതായത് പണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്ന പലർക്കും ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതെയായി, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും. അപ്പോൾ ഈ കോവിഡിന് തൊട്ട് മുന്നേ, അതായത് 2 ദിവസം മുന്നേ എൻ്റെ ഒരു സിനിമ റിലീസായിരുന്നു തമിഴിൽ. ഞാൻ വിക്രം പ്രഭുവിൻ്റെ കൂടെ ചെയ്ത സിനിമ റിലീസായതിൻ്റെ അടുത്ത ദിവസം തിയേറ്റർ ക്ലോസ് ചെയ്തു. പ്രൊഡ്യൂസറിന് ഭയങ്കര നഷ്ടം. നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് എടുത്ത സിനിമയാണ്. അപ്പം OTT വരുമ്പോഴത്തേക്കും പല ചേഞ്ചസും ഒക്കെ വരുത്തേണ്ടി വന്നു. അപ്പോൾ ശരിയായ രീതിയിൽ ആ സിനിമ റിലീസ് ചെയ്യാൻ പറ്റാതെ വന്നു. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ സൈൻ ചെയ്തിരുന്ന 2 സിനിമ അതങ്ങ് സ്റ്റോപ്പായി പോയി. എപ്പോൾ തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നറിയില്ല. അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, വിഷമമുള്ളൊരു ഫേസ് ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തായിരിക്കും, ഇതൊക്കെ കഴിഞ്ഞ് റെസ്യൂം ചെയ്യുമ്പോൾ, വർക്ക് റെസ്യൂം ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ഞാൻ എവിടെയായിരിക്കും, ഈ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ടെൻഷൻ വന്നു തുടങ്ങി. പിന്നെ ഞാൻ പേടിച്ചതുപോലെ തന്നെ ഞാൻ സൈൻ ചെയ്ത 2-3 പ്രോജക്ട്സ് മാറി. കാരണം റിസ്ക് ഫാക്ടർ വന്നു തുടങ്ങി. തിയേറ്റേഴ്സിൽ ആൾക്കാർ വരുമോ എന്നുള്ള റിസ്ക് വരുമ്പോൾ കുറച്ചുകൂടെ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരിലോട്ട് അവർ സൈൻ ചെയ്തു. ഞാൻ സൈൻ ചെയ്ത് വെച്ച പ്രോജക്ട്സ് കുറച്ചുകൂടെ സ്റ്റാർ വാല്യൂ ഉള്ള ഹീറോയിൻസിലോട്ട് അവർ മാറി. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയായി തുടങ്ങി. കാരണം നമ്മൾ അത്ര ആഗ്രഹിച്ച് വരുന്ന ഒന്നാണല്ലോ. ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ വേണ്ടാന്ന് വെച്ച് സിനിമ എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് നെക്സ്റ്റ് എന്നുള്ള ഒരു പോയിന്റ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ചുമ്മാ തമാശ കളിച്ച് കളയേണ്ട കാര്യമല്ല. ഏതൊരു ജോലിയെ പോലെ നമ്മുടെ ഫുൾ എഫേർട്ടും ഫുൾ ടൈമും കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു പോയിന്റാന്ന് തോന്നുന്നു എനിക്ക് ആ ഒരു ഷിഫ്റ്റ് വന്നത്. അത് ചുമ്മാ ഒരു ടൈം പാസ് എന്നുള്ളതിൽ നിന്ന് എൻ്റെ വർക്കാണെന്നുള്ള ഒരു കോൺഷ്യസ് ആയ ഒരു തോട്ട് എനിക്ക് വന്നു തുടങ്ങിയത് ആ സമയത്തായിരിക്കും. അതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്, ഇപ്പോൾ RDXന്റെ സമയത്ത് സോഫിയ പോളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ലേഡി ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ആ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ പുരുഷന്മാരാണ് പൊതുവിൽ ഇതിനകത്ത് ലീഡ് ചെയ്തിട്ട് അവരൊരു ഭാരം എടുക്കും അവരുടെ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലപ്പോഴും മറ്റ് ഇൻഡസ്ട്രിയിൽ കാണുമ്പോൾ ഇപ്പോൾ നയൻതാരയൊക്കെ ചെയ്യുന്നത് പോലെ ഇൻഡസ്ട്രിയെ സ്വയം ഹോൾഡ് ചെയ്ത് മുമ്പോട്ട് നടക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആവും. അപ്പോൾ സോഫിയ പോൾ തന്നെ വരുമ്പോൾ മഹിമയ്ക്ക് ഒരു പക്ഷേ ഇൻസ്പയറിംഗ് തോന്നിയിട്ടുണ്ടാവും. പിന്നെ ആ പടം വിജയിക്കുന്ന സമയത്ത് വിജയിക്കുന്ന പടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ജോലി. നമ്മുടെ ജോലി അഭിനയമല്ല എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ മഹിമ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ അങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ട്. ആ വശത്തേക്കാണ് നമ്മൾ പോവേണ്ടത്. അതാണ് ശരിക്കും ഇൻഡസ്ട്രി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് RDX വരുമ്പോൾ കുറച്ചുകൂടെ മാറിയോ എന്നാണ് എന്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു തമിഴിൽ ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ തമിഴിലെ ഗ്രോത്തും ഭയങ്കര ഗ്രാജുവൽ ആയിരുന്നു. അതായത് ഒറ്റയടിക്ക് എടുത്ത ഉടനെ ഞാൻ വലിയ സിനിമകൾ ചെയ്യുന്നതല്ല, മെല്ലെ മെല്ലെയാണ് സിനിമയിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സിനിമയുടെ വാല്യൂ കൂടുന്തോറും അല്ലെങ്കിൽ സിനിമയുടെ ബഡ്ജറ്റ് കൂടുന്തോറും പ്രൊമോഷൻ, ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ ഞാൻ കുറച്ചുകൂടെ എക്സ്പോസ് ആവാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ചന്ദ്രമുഖി ഒക്കെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്ത്, ചന്ദ്രമുഖി മുരളി 800 എന്ന് പറഞ്ഞ മുത്തയ്യ മുരളീധരൻ സാറിൻ്റെ ഒരു ബയോപിക് ചെയ്തു. അതൊരു പാൻ ഇന്ത്യ സിനിമയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതെ. അപ്പം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ സിനിമയുടെ ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ കൂടുമ്പം അതിൻ്റെ ബിസിനസ് കാര്യങ്ങളും അതിൻ്റെ പ്രൊമോഷൻ വാല്യൂം ഇങ്ങനെയുള്ളതൊക്കെ കൂടുമ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു തുടങ്ങിയത്. കാരണം ഇതൊരു ചെറിയ കുട്ടികളിയല്ല, ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി തുടങ്ങി. പിന്നെ കമ്മിങ് ടു RDX, ഇപ്പോൾ RDXലാണെങ്കിലും സോഫിയ ചേച്ചി ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആളുടെ ഒരു പവർ ഉണ്ടല്ലോ, അത് കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇനി എന്ത് പറഞ്ഞാലും മെയിൽ ഡോമിനേറ്റഡ് ആയ ഒരു ഇൻഡസ്ട്രി തന്നെ ആയിരിക്കും. കാരണം മെജോറിറ്റി മെയിലാണ് ഉണ്ടാവുക. അപ്പം അങ്ങനെ ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒരു സ്ത്രീ ഇത്രയും എടുക്കുന്ന സിനിമകളൊക്കെ, ടച്ച് വുഡ് എടുക്കുന്ന സിനിമകളൊക്കെ ഇത്രയും സക്സസ്ഫുള്ളി കൊണ്ടുപോകുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ഭാഗ്യം കൊണ്ട് മാത്രമല്ല, അതായത് സ്ക്രിപ്റ്റ് സെലക്ഷനുള്ളതും അവരുടെ എക്സിക്യൂഷനും അവരെങ്ങനെ കാര്യം ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതും പിന്നെ അവരുടെ വിൽ പവറും, ഇത്രയും എല്ലാ കാര്യങ്ങളും ചേർന്നിട്ടാണ് അത് വരുന്നത്. അപ്പം ചെറിയൊരു കാര്യമല്ല ഇത്രയും വലിയൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക, 3 ഹീറോസിനെ വെച്ച് ചെയ്യുക, അത് കോർഡിനേറ്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സാൻഡ്ര ചേച്ചി ചെയ്യുന്നതും. എനിക്ക് ഭാഗ്യം കൊണ്ട് ഞാൻ ചെയ്യുന്ന 2 സിനിമ, അതായത് ഇപ്പം RDX ആയാലും ഇപ്പോൾ ചെയ്യുന്ന ലിറ്റിൽ ഹാർട്ട്സ് ആയാലും 2 ലേഡി പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. കാരണം അവർക്ക് ഭയങ്കര ഒരു വിൽ പവർ ഉണ്ടാവും. എല്ലാം അവർ തന്നെ ഇറങ്ങി ചെയ്യും. എനിക്ക് തോന്നുന്നു അത് ലേഡി പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്താണ് ഞാനത് കണ്ടിട്ടുള്ളത്. അവർ തന്നെ നമുക്കറിയാലോ ഒരു വീട്ടിൽ ഒരു അമ്മ എങ്ങനെയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം അവരായിരിക്കുമല്ലോ ചെയ്യുന്നത്. ആൾക്കാർ സ്കൂളിൽ വിടുക, ഭക്ഷണം ഉണ്ടാക്കുക, വീട് വൃത്തിയാക്കുക, ഇതൊക്കെ ചെയ്യുമല്ലോ. അപ്പം
ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ അത് ചെയ്യുമ്പോൾ നമുക്കത് കാണാം, എല്ലായിടത്തും അവരുടെ കയ്യെത്തും. അപ്പം അതൊക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ട കാര്യം. ആ ഒരു മെച്ചോറിറ്റി അല്ലെങ്കിൽ ആ ഒരു വിൽ പവർ ഒന്നും എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ ഇനിയും ഒരുപാട് ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെയും ഫീമെയിൽ ടെക്നീഷ്യൻസിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. ഒരു പക്ഷേ അവരുടെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് കിട്ടിയാൽ നല്ലതല്ലേ. അതേപോലെ തന്നെ നമ്മൾ മുൻപേ നടക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ ഇൻഡസ്ട്രിയെ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഒപ്പം നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പടമൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരു സ്വപ്നവും മോഹമൊക്കെ ഉണ്ട് ഇപ്പോൾ മനസ്സിലായി? തീർച്ചയായും ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നയൻതാര മാം എന്ന് പറയുന്നത്, മാം ഒരാൾ മതി ഒരു സിനിമ ഹോൾഡ് ചെയ്യാൻ. കാരണം മാഡം ചെയ്യുന്ന സിനിമയിലൊന്നും ഒരു ഹീറോ അങ്ങനെ ഭയങ്കരമായ ഒരു ഹീറോ ഇല്ലെങ്കിലും, വലിയൊരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ഹീറോ ഇല്ലെങ്കിലും അവർക്ക് അവരുടെ സിനിമ ഹോൾഡ് ചെയ്യാനുള്ള അങ്ങനെ ഒരു പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. ആ പൊസിഷനിൽ എത്തിപ്പെടാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ഇപ്പം നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയ അല്ലെങ്കിൽ ഫീമെയിൽ ഹോൾഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് വരുമ്പോൾ എനിക്കെപ്പോഴും ഒരു പേടിയാണ്. കാരണം ഇപ്പം നയൻതാര മാം ചെയ്യുന്ന പോലെയല്ല, അവർക്കൊരു വലിയൊരു സ്റ്റാർ വാല്യൂ ഉണ്ട്, വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ട്, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഷീ നോസ് ഹൗ ടു ഹാൻഡിൽ തിങ്സ്. വലിയൊരു ടീമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിപ്പം നയൻതാര മാം ആയാലും തൃഷ മാം ആയാലും ഇവർക്കൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, നമുക്കൊരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വരും. കാരണം എപ്പോഴും ഇപ്പം ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയായാലും മെയിൽ ഓറിയൻറ്റഡ് സിനിമയായാലും ഒരു റെസ്പോൺസിബിലിറ്റി എപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ട് പൈസ മുടക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. അപ്പം ആൾക്ക് നമ്മൾ എന്താണ് ഉത്തരം പറയണം, ആളുടെ അടുത്ത് നമ്മൾ ഉത്തരം പറയണം. അത് നമ്മുടെ ജോലിയാണ്. ഇപ്പം നമ്മളെ കണ്ടിട്ടായിരിക്കും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ അത് ഓഡിയൻസിൻ്റെ അടുത്ത് കൺവേ ആയില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയ സിനിമ വരുമ്പോൾ ഞാൻ എപ്പോഴും ഒന്ന് ചിന്തിക്കാറുണ്ട്, ഇതിപ്പോൾ നമ്മൾ ഈ ടൈം ഓഫ് മൈ കരിയറിൽ ഞാനിത് എടുത്താൽ ശരിയാണോ, അതോ കുറച്ചും കൂടെ കഴിഞ്ഞെടുക്കുന്നതായിരിക്കില്ലേ ബെറ്റർ എന്നുള്ളൊരു ഒപ്പീനിയനിലുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ അതുകൊണ്ട് അങ്ങനെയുള്ള സബ്ജക്ട്സ് ഞാൻ പൊതുവേ ഇപ്പോൾ കുറച്ചൊന്ന് വേണ്ട തൽക്കാലം. ഞാൻ സ്ക്രിപ്റ്റ് കേട്ട് ചിലപ്പോൾ ചില കഥ കേൾക്കുമ്പോൾ ഇതെനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യുമെന്നല്ലാതെ തൽക്കാലം അങ്ങനെ ഒരു, കാരണം ഐ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് മൈ പ്രൊഡ്യൂസർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ വെച്ച് പടം എടുത്തിട്ട് നഷ്ടം വരുത്തരുതല്ലോ. അപ്പം അതുകൊണ്ട് തൽക്കാലം ആ ഒരു സൈഡിലോട്ട് ഐ എം പ്ലേയിങ് സേഫ് എന്ന് എനിക്കറിയാം. ഇവിടെ ഞാൻ സേഫായി ചിന്തിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു തീരുമാനമാണ് എനിക്ക്. മഹിമ സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിയുള്ളൊരു പെൺകുട്ടി സംസാരിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പോലെയാണോ അതെ ശരിക്കും ബുദ്ധിയുണ്ടോ? ദൈവത്തെ അറിയാം. ഞാൻ ഭയങ്കര ചിന്തിച്ചും കണ്ടൊക്കെ ചെയ്യുന്ന ആളാണ്. കാരണം എനിക്ക് ടെമ്പർ ഇല്ല, ഭയങ്കര പേഷ്യൻസ് ആണ്. അപ്പം ഞാൻ ഇങ്ങനെ ദേഷ്യം വന്ന തീരുമാനങ്ങളൊന്നും എടുക്കില്ല. അപ്പം ഞാൻ എടുത്ത തീരുമാനങ്ങൾ ഞാൻ റിഗ്രറ്റ് ചെയ്യാറുമില്ല. ഞാൻ ഇതുവരെ എടുത്ത തീരുമാനങ്ങളൊന്നും ഞാൻ ഇതുവരെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത്യാവശ്യം കുറച്ച് കോമൺ സെൻസ് ഒക്കെ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഉണ്ട്, അത്യാവശ്യം കോമൺ സെൻസ് ഉണ്ട്. പക്ഷേ ഈ പേഷ്യൻസിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചൊരു കഴിവ് കൂടുതൽ വേണ്ട ഒരു സംഗതിയാണ്. സാധാരണ ആൾക്കാർക്ക് പറ്റുന്നതല്ല. ദേഷ്യപ്പെടാതിരിക്കാൻ സാധാരണ മനുഷ്യർക്ക് പറ്റാറില്ല. ചിന്തിക്കണം, ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. എന്തുകൊണ്ട് ദേഷ്യപ്പെടാതിരിക്കണം, മറ്റൊരു വഴിയില്ലേ, ഒരു 3 ഡയമെൻഷൻ ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കണം. നമ്മളെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടേക്ക് വരും. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ ഈ ചെറുപ്പകാലത്ത് സിനിമയിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പക്വതയുള്ളൊരു ചിന്തയൊക്കെ വരണമെങ്കിൽ കുറച്ച് ഹോംവർക്ക് ഉണ്ട്. എന്താ, വായനയൊക്കെ ഉണ്ടോ? വായനയൊന്നുമില്ല, പൊതുവെ വായനയൊന്നുമില്ല. ഒബ്സർവേഷനൊക്കെ ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദേഷ്യപ്പെടുക എന്നുള്ളതാണ് എനിക്ക് ബുദ്ധിമുട്ട്. അതാണ് എനിക്ക് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് ദേഷ്യം വരില്ലേ അമ്മ എന്ന് ചോദിക്കും. കാരണം സത്യമാണ്, എനിക്ക് ദേഷ്യം. അതെ, അമ്മ പറയണം. അമ്മയ്ക്ക് ചിലപ്പോൾ എൻ്റെ സ്വഭാവം കണ്ട് തോന്നും പറയേണ്ട സമയത്ത് ഇവളൊന്നും പറയില്ലല്ലോ എന്ന്. കാരണം എനിക്ക് ആരോടും ഒന്നും പറയാനറിയില്ല. എനിക്ക് ആരോടും ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല. ആകെ പാടെ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരാൾ എൻ്റെ അമ്മ മാത്രമാണ്. അതൊക്കെ കേട്ടിരിക്കുകയും ചെയ്യും പാവം. ഞാൻ പറയാറില്ല അമ്മയുടെ അടുത്ത്. എൻ്റെ എല്ലാ ദേഷ്യം ഞാൻ കൊണ്ട് ഇറക്കുന്ന അമ്മയുടെ അടുത്താണ്. അമ്മയും തിരിച്ച് അതുപോലെ ദേഷ്യപ്പെടും. ഞങ്ങൾ തമ്മിൽ ചില സമയത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങിയ കീരിയും പാമ്പുമായിരിക്കും. ഭയങ്കര ബഹളമായിരിക്കും. അമ്മ എന്നിട്ട് അമ്മേൻ്റെ അടുത്ത് ഇതിൽ ആരാ അമ്മ, ഞാനാണോ നീയാണോ എന്ന് ചോദിക്കും. പക്ഷെ ഇത് അമ്മയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. എനിക്ക് പുറമെ ഒരാളുടെ അടുത്ത് എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല. മുഖത്ത് ഈ ചിരിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചിരി വരുത്തുന്നതാണല്ലേ? അല്ലല്ല, അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ട ചിരിയൊന്നും വരില്ല. ഞങ്ങൾ നല്ല വഴക്കാ. പക്ഷെ അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ വഴക്കിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഓർമ്മയുണ്ടാവില്ല. എനിക്കൊന്നും എനിക്ക് എൻ്റെ സ്വഭാവം അമ്മയുടെ അടുത്തായിരിക്കും കിട്ടിയത്. പക്ഷെ പൊതുവേ എനിക്ക് ദേഷ്യം വരാറില്ല. എനിക്ക് എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ കേൾക്കുന്നവർക്കും ഒന്നും ഇവളെന്തായി പറയണേ, ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തോന്നും. പക്ഷെ എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ, അങ്ങനെ ഒരു ഫിലോസഫി നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണ്ടേ? ഇതെങ്ങനെയാണ് അങ്ങനെ ഒരു ഫിലോസഫി പ്രാക്ടീസ് ചെയ്ത്? ഞാൻ അത്യാവശ്യം
ഈ പോസിറ്റീവ് എനർജിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ദിവസവും അതിൻ്റെ എഫക്റ്റ് ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ദിവസവും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിതൊക്കെ ഇതെൻ്റെ ഭയങ്കര പേഴ്സണലായ കാര്യം. പലർക്കൊന്നല്ല, എന്നെ അറിയാവുന്നതിൽ തന്നെ ഒരു 95% ആൾക്കാർക്ക് ഈ സൈഡ് ഓഫ് മൈൻഡ് അറിയില്ല. എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ഒരാൾ തന്നെ മൂഡ് ഓഫ് ആയിരുന്ന ആ എനർജിയും പോലും എന്നെ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് പേടി. അപ്പം ഞാൻ അയാളെയും ചിരിപ്പിക്കാൻ നോക്കും. ഐ ലൈക്ക് ദി എനർജി ടു ബി പോസിറ്റീവ്. എൻ്റെ ചുറ്റുമുള്ള എനർജി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവരെന്തെങ്കിലും തമാശ പറഞ്ഞ് ചിരിപ്പിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരിങ്ങനെ മൂഡിയായിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് കാര്യം ചോദിക്കും, അവരെ മൂഡ് മാറ്റാൻ ശ്രമിക്കും. അതല്ലേ സന്തോഷമായിരിക്കണ്ടേ എല്ലാവരും. പക്ഷെ അങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര പാടാ. ഞാനൊക്കെ ഈ ക്യാമറയിൽ അധികം ചിരിക്കാറില്ലെന്നാണ് നാട്ടുകാരൊക്കെ പരാതി. ചേട്ടൻ നന്നായി ചിരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. അത് പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നും. പക്ഷെ ഇതേപോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് എന്താ കഴിക്കുന്നത് പലരും എൻ്റെ അടുത്ത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് അഭിനയിക്കുവാണോ അല്ലെങ്കിൽ ഇത് ക്യൂട്ട്നെസ് അഭിനയിക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പലപ്പോഴും അമ്മയോട് ചോദിച്ചോളൂ, അമ്മയ്ക്ക് ഇതേ പറയാനുണ്ടാവുള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അത്. ദേഷ്യപ്പെടേണ്ട സമയത്ത് പോലും ഞാൻ ദേഷ്യപ്പെടില്ല. എനിക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് എനിക്ക്. അതായത് നോ പറയേണ്ട സാഹചര്യങ്ങളിൽ പോലും നോ പറയാൻ എനിക്ക് അറിയാത്തൊരവസ്ഥ. അതായത് അപ്പോഴും എന്താണെന്നറിയാം, എനിക്കറിയാം ഞാൻ ഈ നോ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അത് എന്നെ എഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ കരിയറിനെ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയില്ല. എനിക്കത് പറയാൻ കാരണം അവർ ഞാൻ കാരണം വിഷമിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് കാരണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത്. മഹിമയ്ക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണോ? ധൈര്യം ഇല്ലായ്മയൊന്നുമില്ല എനിക്ക്. ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ഓപ്പണായി പറയില്ല. ഞാൻ ഒട്ടും ഫിൽറ്റർ ഇല്ലാത്ത ആളാണ്. അതായത് എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പണായി പറയും. പക്ഷെ അതൊരാളെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പറയില്ല. ഇനി അവിടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിലും അത് കാരണം എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പറയില്ല. ഞാൻ ഭയങ്കര മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒക്കെ സ്വഭാവമുള്ള ഒരാളാണ്. അപ്പം എനിക്ക് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് ആരെടുത്തായാലും അപ്ഫ്രണ്ടായി പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതൊരാളെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഇനി എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ പറയില്ല. ഇടയ്ക്ക് നമുക്ക് ജയ് ഗണേശനിലേക്ക് വന്നാൽ, ജയ് ഗണേശനിൽ നിങ്ങളുടെ ഒരു ഫാൻ ബോയ് ആണ് ശരിക്കും അതിനകത്ത് നായകൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര ഒരു സംഭവമല്ലേ, ഒരു കംഫർട്ടബിലിറ്റി കൂടുതലാണ്, പക്ഷെ അതൊരു രസവും കൂടെ അല്ലേ, ഒരു സന്തോഷം. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ണി എന്റെ ഫാൻ ബോയ് ആണെന്ന് ഉണ്ണി എവിടെയും പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് എവിടെ എത്തിയതാ. ആക്ച്വലി ഞാൻ ഉണ്ണിയുടെ ഫാൻ ഗേൾ ആയിരുന്നു. അതായത് ഉണ്ണിയുടെ ആദ്യത്തെയോ രണ്ടാമത്തെ, ഇതിപ്പോൾ ഈ വെരി റീസെൻ്റ്ലി ഞാൻ ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞു. എനിക്കൊന്ന് 2 ദിവസം മുന്നേ എങ്ങനെയാണ് ഞാൻ ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞത്. അപ്പം ഉണ്ണിയുടെ 2ാമത്തെ സിനിമ റിലീസാവുന്ന സമയത്ത്, അപ്പോൾ അന്നേരം ഞാൻ സ്കൂളിൽ പഠിക്കുക. അപ്പോൾ ഈ ഫേസ്ബുക്കൊക്കെ വന്ന സമയത്ത് അപ്പോൾ ഈ ഉണ്ണിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് എനിക്ക് മറ്റേ സെലിബ്രിറ്റി ക്രഷ് അടിച്ചു ഉണ്ണിനെ കണ്ടിട്ട്. എന്നിട്ട് അപ്പോൾ ഫേസ്ബുക്കൊക്കെ അല്ലേ ഉള്ളൂ. എത്ര വയസ്സായിരുന്നു? സ്കൂളിൽ പഠിക്കുക. എനിക്ക് ഓർമ്മയില്ല. ഉണ്ണിയുടെ 2ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് കൃത്യമായിട്ട് സമയമൊന്നും ഓർമ്മയില്ല. ചിലപ്പം 9th or 10th ആ സമയം എങ്ങാനും ആയിരിക്കും. 10th അങ്ങനെ ഇല്ല വന്നിട്ടില്ല. 9th or 10th ആ സമയത്ത്. അപ്പം ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഉണ്ണി അന്നേരം പോപ്പുലറായി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം പോപ്പുലറായി തുടങ്ങുമ്പോൾ നമുക്കൊരാളെ ഫേസ്ബുക്കിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, അതായത് മെസ്സേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം ഞാൻ ഉണ്ണിയുടെ അക്കൗണ്ടൊക്കെ എടുത്ത് ഉണ്ണിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ബിഗ് ഫാൻ, സെലിബ്രിറ്റി ക്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉണ്ണിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണി ആ മെസ്സേജ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, റെസ്പോണ്ട് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇന്നലെ 2 ദിവസം മുന്നെയാണ് ഞാൻ ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞത് ഞാനിങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് പണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ മാസ്റ്റർ പീസ് ചെയ്യുന്നത് വരെ എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു ഉണ്ണിയുടെ. ഞാൻ ഈ മെസ്സേജ് ചെയ്ത കാര്യമൊക്കെ അമ്മയ്ക്കറിയാം. അമ്മേനെ അടുത്തിരുത്തിക്കൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മാസ്റ്റർ പീസ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണി ഭയങ്കര സീരിയസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒറ്റൊരു ദിവസമേ കോമ്പിനേഷൻ ഉള്ളായിരുന്നു. അത് ഉണ്ണി എന്നെ കൊല്ലുന്ന സീനാണ് അതിൽ. അപ്പം ഉണ്ണി ഭയങ്കര സീരിയസ് മൂഡിലൊക്കെ ഇരിക്കും അന്നേരം. അപ്പം എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അതുവരെയുള്ള ക്രഷും കാര്യങ്ങളൊക്കെ തീർന്നു അതോടെ. അപ്പം ഞാൻ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ക്രഷൊക്കെ പോയി, ഇനിയിപ്പോൾ എനിക്ക് ഒരു ക്രഷും ഇല്ല ഉണ്ണിയുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിലൊരു സംഭവമൊക്കെ നടന്ന് ഉണ്ണി എന്നെ ബ്ലോക്ക് ചെയ്തു. ഇതൊക്കെ സംഭവം നടന്നു ഇൻ ദ സെൻസ് എല്ലാവർക്കും അറിയാം സംഭവം എന്താ. ഞാൻ ഉദയാന്ന് പേര് വിളിച്ചത് ഉണ്ണിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഉണ്ണി എന്നെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ 7 വർഷം കട്ടു ഞങ്ങൾ കാണുന്നത് ജയ ഗണേഷിൻ്റെ പൂജ സമയത്താണ്. അപ്പം ഈ പൂജയ്ക്ക് തലേ ദിവസം ഉണ്ണി എനിക്കൊരു മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഉണ്ണി കാണുന്നത് എന്നെ ബ്ലോക്ക് ചെയ്ത കാര്യം. ഉണ്ണി എനിക്കൊരു മെസ്സേജ് ചെയ്തു, വി ആർ വെരി ഹാപ്പി ടു ഹാവ് യു ഓൺ ബോർഡ്, ലെറ്റ്സ് റോക്ക് ദിസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അപ്പോൾ ഈ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് 7 വർഷം ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ റോക്ക് ദിസ് അല്ലേ കാണിച്ചു തരാം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അത് കഴിഞ്ഞിട്ട് പൂജയ്ക്ക് ഞങ്ങൾ വന്ന് നിൽക്കുകയാണ്. അപ്പം ഉണ്ണി എൻ്റെ തൊട്ട് മുന്നിലുണ്ട്. ഞങ്ങൾക്കൊരു കുറച്ചൊരു ഓക്വേർഡായ ഒരു സിറ്റുവേഷനാണ്. കാരണം 7 വർഷത്തിന് ശേഷം കാണുവാണല്ലോ, ഇങ്ങനെ ഒരു ബ്ലോക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ.
അപ്പം അജയ് വാസുദേവ് അജയ് ചേട്ടൻ പറയിൽ നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഉണ്ണി കേൾക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഉണ്ണി തിരിഞ്ഞപ്പം മനഃപൂർവ്വം അജയ് ചേട്ടൻ നോക്കിയിട്ട് പറഞ്ഞു, അജയ് ചേട്ടാ ഉദയം വന്നില്ലേ എന്ന് ചോദിച്ചു. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഉണ്ണി ഇങ്ങനെ നാണം കൂടി കേൾക്കുന്ന ഒരു വീഡിയോ ഒക്കെ ആ സമയത്ത് റിലീസായിരുന്നു. അപ്പം അങ്ങനെയാണ് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ എനിക്ക് തോന്നുന്നു ഉണ്ണിയും കുറേ എന്താ പറയുക ഭയങ്കര ജെനുവിനായ ഒരു ആളാണ്, ഫിൽട്ടർ ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാം ഒന്നും പറയില്ല. ഞാൻ ചില ആൾക്കാർ എന്താ പറയുക ചില കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തേ ഞാൻ സംസാരിക്കും. ഞാൻ അത്ര നിഷ്കളങ്കയല്ല. ഞാൻ അത്യാവശ്യം ഡിപ്ലോമാറ്റിക് ആണ്. വിഷമിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാറില്ല. പക്ഷെ ഉണ്ണി അങ്ങനെയല്ല, എല്ലാ ഒപ്പീനിയനും തുറന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളാണ്. അത് ഞാൻ ധൈര്യം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആ ധൈര്യമില്ല. എല്ലാം പറയാൻ ധൈര്യമുള്ള ഒരാളാണ്. അപ്പം ഉണ്ണി എല്ലാം എടുത്ത് തുറന്ന് പറയും. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പം എനിക്കൊന്നും അതുകൊണ്ടും കൂടി ആയിരിക്കാം പെട്ടെന്ന് ആ ഒരു സിങ്ക് ഞങ്ങൾ തമ്മിൽ വന്നത്. വർക്കൊക്കെ സ്മൂത്ത് ആയി പോയി. അതെ അതെ. ജയ് ഗണേഷിന്റെ ട്രെയിലർ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത് അതിനകത്തൊരു ഇൻസ്പയറിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഇയാളുടെ വീൽ ചെയർ അനങ്ങണമെന്ന് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥ വരും. ഞാൻ ട്രെയിലർ ഡീകോഡിംഗ് പോലെ രഞ്ജിത്തിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ട് കഥകളാണ്. ഒന്ന് ഈ മനുഷ്യന്റെ ജീവിതം, മറ്റൊന്ന് പറയുന്നത് വേറൊരു സംഭവം നടക്കുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിക്കുന്ന ഒരു ഘട്ടം വരും. അപ്പോഴാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പിന്നെ യാത്ര ചെയ്യാൻ പോകുന്നത്. അതുവരെ ഈ സാധനങ്ങളൊക്കെ വന്നിട്ട് ഒരുമിക്കും. അപ്പൊ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. രഞ്ജിത് സാറിന്റെ വായിന്നൊന്നും കിട്ടില്ല. ചിലപ്പോ വേറെ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ ഒരു ഇൻസ്പയറിംഗ് എലമെന്റ് ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും ഒരു പക്ഷെ സിനിമയുടെ സക്സസ് ആവുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ കരുതാവോ? അതെ, തീർച്ചയായും കരുതാം. കാരണം എനിക്ക് ആദ്യം ഈ സിനിമയുടെ സബ്ജക്റ്റ് രഞ്ജിത് സാർ പറഞ്ഞു തരുന്നത് എനിക്കൊന്നൊരു 10 മിനിറ്റ് ആയിരിക്കും ആദ്യം ഞാൻ ഈ കഥ കേൾക്കുന്നത്. 10 മിനിറ്റ്. അപ്പൊ ഈ 10 മിനിറ്റ് ഈ കഥ പറഞ്ഞ് സാറ് തീർന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇൻസ്പയർഡായി. കാരണം ഇത് കാണണം എല്ലാവരും. അതായത് ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ എല്ലാവരും കണ്ടാൽ ഇൻസ്പയർഡ് ആവാനുള്ള എല്ലാം ഈ സിനിമയിലുണ്ട്. ഇത് ഇപ്പം നമ്മൾ പറഞ്ഞ സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരാളുടെ ക്യാരക്ടറാണ് ഉണ്ണി ചെയ്യുന്നത്. ഇത് അവരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന കാര്യമല്ല. ഇത് എല്ലാവരും വി ആർ ഓൾ സൂപ്പർ ഹീറോസ്. നമ്മളെല്ലാവരും സൂപ്പർ ഹീറോ ആണെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്ന ഒരു സിനിമയായിരിക്കും ജയ് ഗണേഷ്. അതുകൊണ്ട് കൂടി തന്നെയാണ് എനിക്ക് ഇതിൻ്റെ കഥ കേട്ടപ്പം എനിക്ക് ആദ്യം തോന്നി എന്താ വെച്ചാൽ ഈ സബ്ജക്റ്റ് ഞാൻ ചെയ്തില്ലെങ്കിൽ, ഈ ക്യാരക്ടർ ഞാൻ ചെയ്തില്ലെങ്കിൽ എന്നെക്കാളും നല്ലൊരു ഹീറോയിനെ ഇവർ അപ്രോച്ച് ചെയ്ത് ഇത് ചെയ്യിപ്പിക്കും. കാരണം ഇത് വേറൊരാൾ കേട്ട് നോ പറയാനുള്ള ഒന്നും ആ സിനിമയിൽ ഇല്ല. യെസ് പറയാനുള്ള സാഹചര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ മിസ് ചെയ്യരുത്. വേറൊരാൾക്ക് പോവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടിലോട്ട് പോകാനുള്ള സമയം പോലും നമ്മൾ കൊടുക്കരുത് എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ യെസ് പറഞ്ഞത്. അപ്പം എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നി ഈ കഥ. പിന്നെ ഇത് സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറയുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എനിക്കൊന്ന് രഞ്ജിത് സാറിൻ്റെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള സീൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗണേഷിൻ്റെ സീൻസ് എടുക്കുമ്പോൾ തന്നെ സാധാരണ നമ്മൾ സജഷനൊക്കെ എടുക്കുമ്പോൾ 2 പേര് ഐ ലെവലിൽ നിന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇതിവിടെ ഒരാൾ താഴെയും ഒരാൾ നിന്നിട്ടും ആയിരിക്കും. അപ്പം അതിൻ്റെതായ ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നോർമൽ നമ്മളൊരു സിനിമ ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ഒരു ഹീറോ ചെയ്യുന്ന ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് പോലെ ആയിരുന്നില്ല ഇതിൻ്റെ പല ഷോട്ട്സും. അപ്പം അതിൻ്റെതായ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് എത്രത്തോളം നന്നായി എടുക്കാൻ പറ്റുമോ, എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ബ്യൂട്ടിഫുള്ളായി കൺവേ ചെയ്ത് കാണുന്ന എല്ലാവർക്കും തീർച്ചയായും ഞാൻ ആദ്യം കഥ കേൾക്കുമ്പോൾ എത്രത്തോളം മോട്ടിവേറ്റഡ് ആയി തോന്നിയോ, എത്രയും ഇൻസ്പയർഡ് ആയി തോന്നിയോ അതേ ഒരു ഫീലിംഗ് കാണുന്ന ഓഡിയൻസിനും ഉണ്ടാവും. അത് കുട്ടികളൊക്കെ കണ്ടാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സിനിമ. സോ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് സിനിമയിലുണ്ട്. സിനിമ കഴിയുമ്പോൾ ചെറിയൊരു ഗോസിപ്പും കൂടെ ഉണ്ണിക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. എന്താണ്? സാധാരണഗതിയിൽ ഗോസിപ്പുകൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ഉണ്ണി എന്ന് പറയുന്നത്. ഉണ്ണി എന്ന് പറയുമ്പോൾ ഏതും ആവാം ഗോസിപ്പ്. അതുകൊണ്ട് ചോദിച്ചാൽ ഏതാണെന്ന് ആൾക്കാരെ എല്ലാം പറയും. ഇപ്പൊ അനുശ്രീ പറയും, പലരെയും പറയുമല്ലോ. അപ്പൊ അടുത്ത് ഇതിനകത്ത് തുടങ്ങി ഓൾറെഡി. അതെ, എനിക്കൊന്ന് ഞങ്ങളുടെ പൂജ തുടങ്ങിയപ്പോ തന്നെ ഈ പരിപാടി ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഇതെന്താ എനിക്ക് തോന്നുന്നു ഉണ്ണിയോടുള്ള പ്രത്യേക സ്നേഹമായിരിക്കാം. ഞാനതാ ഉണ്ണിയോട് പറയുന്നത്, ഉണ്ണി ഒന്ന് കല്യാണം കഴിച്ച് പോയാൽ മതി എന്നാണ് എല്ലാവർക്കും അത്ര ആഗ്രഹം. ഉണ്ണിയാണെങ്കിൽ എല്ലാം ഇരുന്ന് ഉത്തരം പറയുകയും ചെയ്യും. വേറെ ആരെങ്കിലും ഇങ്ങനെ ഇത്രയും പോസിറ്റീവായി ഇരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുമെന്ന് എനിക്കറിയില്ല. ഉണ്ണി ഇരുന്ന് ഉത്തരം പറയും. ഞാനും അത് അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. അതായത് ചിലപ്പോൾ അവർക്ക് അങ്ങനെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നുമായിരിക്കാം. പിന്നെന്താ, ഇതൊക്കെ പേഴ്സണലായ കാര്യങ്ങളല്ലേ. അപ്പം നമ്മളിപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്, സ്പേസ് ഉണ്ട്. ഇതൊന്നും എന്നെയോ അല്ലെങ്കിൽ ഉണ്ണിയോ പേഴ്സണൽ ഫ്രണ്ടിൽ എനിക്ക് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഇപ്പം ഇതിന് മുന്നേ വന്ന ഗോസിപ്പും കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല.
എന്നെ പേഴ്സണൽ ഫ്രണ്ടിൽ ഇതൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല, എന്നെ ഇമോഷണലി ഇതൊന്നും എഫക്റ്റ് ചെയ്യാൻ ഒരു സാധ്യതയില്ല. എന്നെ കെട്ടിച്ചൂടാ അല്ല ഇതൊന്നും പോരാ. എന്നെ ഞാൻ കെട്ടില്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഉണ്ണീന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ജനറലി പറയാണ്. ഞാൻ കല്യാണം കഴിക്കില്ല അല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട എന്നൊന്നും പറയുന്ന ആളല്ല ഞാൻ. എനിക്ക് കല്യാണം വേണം, എനിക്കൊരു കുടുംബം വേണം, എനിക്ക് കുട്ടികൾ വേണം, എനിക്ക് അങ്ങനെയുള്ള എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്. അപ്പം എനിക്ക് എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഷിഫ്റ്റ് ആവുമല്ലോ. അതായത് നമ്മുടെ ഫാമിലി ആയിരിക്കും നമ്മുടെ പ്രയോറിറ്റി. അതിനിപ്പോൾ ഞാൻ തൽക്കാലം എനിക്ക് അത്രയും പ്രയോറിറ്റി എനിക്ക് അതിന് ഫാമിലി ലൈഫിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ് ഇപ്പം എനിക്ക്. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണ് സിനിമയിൽ. അപ്പം ഞാൻ എന്തൊക്കെ ആയിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രയും വർഷം എടുത്തു ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ. അപ്പോൾ എനിക്കിപ്പോഴും അതിനൊരു പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. നമ്മളിപ്പം കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ അതിനകത്തോട്ട് എടുത്ത് ചാടിയിട്ട് കാര്യം. കല്യാണം എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക ഉത്തരവാദിത്തമാണ്. അതിനകത്തോട്ട് ഇപ്പം എടുത്ത് ചാടാൻ എനിക്ക് പറ്റുന്ന അതിനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. കോൺഫിഡൻസ് ഇല്ലായ്മയാണ് എൻ്റെ പ്രശ്നം. ഇപ്പം എനിക്ക് സിനിമയിലാണ് കോൺഫിഡൻസ്. അപ്പം ഈ സിനിമ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളോട് ചോദിക്കുക, ആക്ച്വലി മഹിമയ്ക്ക് എന്താണ് സിനിമ എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ സന്തോഷമാണ് സിനിമ. അല്ലാതെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ? സന്തോഷം ഓക്കെ, നമുക്ക് പല ആസ്പെക്ട്സിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫെയിം ഉണ്ടാവും, പിന്നെ മാസ് മീഡിയ എന്നുള്ള അർത്ഥത്തിൽ നമ്മളൊക്കെ കാണുന്നുണ്ട്. ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാശ് കിട്ടുന്ന ഒരു മാർഗ്ഗമായിട്ട് ഇതിനെ കാണാൻ പറ്റും. ഇങ്ങനെ പല രീതിയിലാണ് ഇതിനെ ആൾക്കാർ പല പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. മഹിമ സിനിമ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഒരു ഓസ്കാർ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിട്ട് വളരണം, അങ്ങനെ സിനിമയെ കാണാമല്ലോ. അപ്പോൾ ഏത് ആസ്പെക്റ്റിലാണ് മഹിമ ആ സിനിമയെ കാണുന്നത്? എനിക്കിപ്പം ഒറ്റ വാക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. എനിക്കെൻ്റെ സന്തോഷമാണ് എൻ്റെ സിനിമ എന്ന് എനിക്കറിയാം. ഞാൻ സന്തോഷമായി ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾ, എപ്പോഴും സന്തോഷമായി ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എനിക്ക് സന്തോഷം, കഷ്ടപ്പെട്ട് പണിയെടുക്കണോ സന്തോഷമായിട്ട്? എനിക്ക് സന്തോഷമാണ് അതിൽ. എനിക്ക് ഇപ്പം ഷൂട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ഒരു മാസത്തോളം ചിലപ്പോൾ കണ്ടിന്യൂസ് ആയി ഷൂട്ടൊക്കെ കഴിഞ്ഞ് പ്രൊമോഷൻ വർക്കും അതും വർക്കൊക്കെ കഴിഞ്ഞ് ചിലപ്പം ഒരു 5 ദിവസമായിരിക്കും ഞാൻ പോയി വീട്ടിലിരിക്കുന്നത്. ആ 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം ആകുമ്പോൾ എനിക്ക് തുടങ്ങും പ്രശ്നം. അഭിനയിച്ചില്ല, എനിക്ക് ജോലി ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. ജോലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ജോലി ചെയ്താൽ പോരാ, സിനിമ തന്നെ ചെയ്യണം. സിനിമ അല്ലെങ്കിൽ അഭിനയം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അമ്മ അപ്പം ചിലപ്പം 3-ാമത്തെ 4-ാമത്തെ ദിവസം ആക്കുമ്പോൾ എനിക്ക് കുറച്ച് എൻ്റെ മൂഡൊക്കെ കുറച്ചിങ്ങനെ മാറുമ്പോൾ അമ്മ പറയും, അവൾക്ക് തുടങ്ങി പ്രശ്നം, അവൾക്ക് പ്രശ്നം തുടങ്ങിയെന്ന് പറയും അമ്മ. അപ്പം എനിക്ക് സിനിമ ഈസ് മൈ ഹൈ എന്ന് പറയാം. എനിക്ക് അഭിനയിക്കുമ്പോഴാണ്, എനിക്ക് ജോലി ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം. എനിക്ക് തോന്നുന്നു എനിക്ക് കോൺഫിഡൻസും നമുക്ക് ഇപ്പം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളൊരു കാര്യം, കോൺഫിഡൻസ് എന്നുള്ളൊരു കാര്യം, ഇതൊക്കെ എനിക്ക് സിനിമ തരുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമാണ്, ഇതൊക്കെ എനിക്ക് സിനിമ തരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ മണി മൈൻഡഡ് അല്ല, അത് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ മണി മൈൻഡഡ് അല്ല എന്നുള്ള കാര്യം. കാരണം മണി മൈൻഡഡ് ആണെങ്കിൽ എനിക്ക് ഇതിനു മുന്നേ തന്നെ ഒരുപാട് കാശുണ്ടാക്കാമായിരുന്നു സിനിമയിൽ നിന്ന്. എനിക്ക് ചിലപ്പം സബ്ജക്റ്റ് ഇഷ്ടപ്പെടാതെ എനിക്ക് ചിലപ്പോൾ നല്ല കാശ് കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് പല സിനിമകളും ചെയ്യായിരുന്നു. അങ്ങനെ എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ച വലിയ സിനിമകൾ, ഒരുപാട് സിനിമകളുണ്ട്. അല്ലെങ്കിൽ വേറെ മറ്റ് അതായത് സിനിമ എന്ന് മാത്രമല്ല, അതായത് നമുക്കിപ്പം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് സിനിമ മാത്രമല്ലല്ലോ, നമുക്കിപ്പം സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന ആഡ് ആവാം, അല്ലെങ്കിൽ പബ്ലിക് ഇവൻറ്റ്സ് ആവാം, സ്റ്റേജ് ഷോസ് ആവാം, ഇങ്ങനെ പലതും ആവാം. ഇതെല്ലാം സോഴ്സ് ഓഫ് ഇൻകം തന്നെയാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെയുള്ള പലതും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഹൈ എന്ന് പറയുന്നത് എപ്പോഴും സിനിമയാണ്, അഭിനയമാണ് എൻ്റെ ഹൈ. സിനിമ എന്നല്ല, അഭിനയമാണ് എൻ്റെ ഹൈ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സെക്കൻഡറിയാണ്. അത് ഞാൻ സെക്കൻഡറി ആയിട്ട് മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ എൻ്റെ മാനേജർ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കും, ഇത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇത് ചെയ്യൂ കേട്ടോ എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. കാരണം എന്നെ അറിയാം, ഇപ്പോൾ ശിവചേട്ടൻ എന്നെ അറിയാം. ശിവചേട്ടനാണ് എൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കും. ശിവചേട്ടൻ അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മു എന്നാണ് എന്നെ വിളിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൾ ചെയ്യില്ല എന്നുള്ളത് അറിയാം, ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും മണി മൈൻഡഡ് അല്ല ഈ കാര്യത്തിൽ. പക്ഷേ സിനിമ ഇസ് മൈ ഹാപ്പിനെസ്. അത് കുറച്ചുകൂടെ അതിൻ്റെ ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോയാൽ, അവിടെ ചെന്ന് ജോലി ചെയ്യുമ്പോഴാണോ അത് ഇതിൻ്റെ റിസൾട്ട് കണ്ട ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണോ നമുക്ക് കൂടുതൽ ഹൈ കിട്ടുക? രണ്ടുമുണ്ട്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് മാത്രമല്ല ജോലി, അത് സ്വാർത്ഥതയായി പോവില്ലേ. അതായത് ഇപ്പം നമ്മളൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി തീർന്നു എന്ന് വിചാരിക്കുന്നത് ഭയങ്കര സെൽഫിഷ്നെസ് അല്ലേ. കാരണം ഒരു പ്രൊഡ്യൂസർ നമ്മളെ വിശ്വസിച്ച് പൈസ മുടക്കി നമ്മളെ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ ആ പ്രൊഡ്യൂസറിന് അതിന് റിട്ടേൺസ് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതും കൂടെ എൻ്റെ ജോലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം നമ്മൾ പ്രൊമോഷൻ വർക്ക്സും അറ്റൻഡ് ചെയ്യുന്നു.
അപ്പോഴാണ് അതിനൊരു കംപ്ലീഷൻ വരിക. അപ്പോൾ ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കുമ്പോഴും സന്തോഷമാണ്, അതിൻ്റെ പ്രൊമോഷൻ വർക്കിൽ പങ്കെടുക്കുമ്പോഴും എനിക്ക് സന്തോഷമാണ്. എനിക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇതൊക്കെ സിനിമയുടെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ജോലിയിലായിരിക്കും. റിട്ടേൺസ് കിട്ടുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ശരിക്കും പണിയെടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം റിട്ടേൺസ് കിട്ടുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ റിട്ടേൺ, അതായത് ഇപ്പോൾ ഈ പ്രൊമോഷൻ വർക്ക് അല്ലെങ്കിൽ റിലീസിന് ശേഷമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് ശരിക്കുമുള്ള ലെസൺ. അപ്പോഴും നമുക്ക് മനസ്സിലാവേ നമ്മൾ ഇനിയും പണിയെടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇത് മതിയോ, ഇത് മതിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതാണ് നമ്മുടെ ലേണിംഗ് പീരീഡ്. ഈ റിസൾട്ട് പീരീഡാണ് നമ്മുടെ ലേണിംഗ് പീരീഡ്. നമ്മൾ ഇനി എത്ര ഇമ്പ്രൂവ് ചെയ്യണം, എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം നമ്മൾ പഠിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ മഹിമയ്ക്ക് കിട്ടിയ അപ്രീസിയേഷനിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടാവും. പലരും പലതും പറയുമ്പോൾ ഇപ്പോൾ ചിരി കൊള്ളാമെന്ന് പറയുന്നത് പോലും ഒരു തരത്തിലുള്ള അപ്രീസിയേഷൻ ആണെങ്കിലും അത് പക്ഷേ മഹിമയുടെ അഭിനയത്തിന് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ അല്ല. അപ്പം അത്തരത്തിൽ അഭിനയത്തിന് കിട്ടുന്ന ഏതെങ്കിലും അപ്രീസിയേഷൻ ആരെങ്കിലും ഒരു സാധാരണക്കാരൻ വന്നിട്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എനിക്കിപ്പം ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് മലയാളത്തിൽ അങ്ങനെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയ ഒന്നും എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം RDX നല്ലൊരു എന്താ പറയുക, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. നമുക്ക് നമ്മുടെ വീട്ടിലൊരു കുട്ടി എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഓഡിയൻസിൽ നിന്ന് റിസപ്ഷൻ കിട്ടാനുള്ള കാരണവും ആ ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് തമിഴിൽ ചെയ്തതുപോലെയുള്ള വേരിയേഷൻസ് എനിക്ക് മലയാളത്തിൽ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഭയങ്കരമായ ഒരു അപ്രീസിയേഷനൊന്നും എനിക്ക് എന്നെ ആസ് എൻ ആക്ടർ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അപ്രീസിയേഷനൊന്നും എനിക്ക് മലയാളത്തിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ തമിഴിൽ ഞാൻ സിനിമ ചെയ്ത സമയത്ത് പലരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് പല സിനിമ, ഇപ്പം എനിക്ക് തോന്നുന്നു മഹാമുനി എന്ന് പറഞ്ഞൊരു സിനിമ തമിഴിൽ എനിക്ക് റിലീസായിരുന്നു. ഒരിക്കലും ഞാൻ പോലും എന്നെ പിക്ചറൈസ് ചെയ്യാത്ത, ഇമാജിൻ ചെയ്യാത്ത ഒരു ക്യാരക്ടറായിരുന്നു മഹാമുനിയിൽ ഞാൻ ചെയ്തത്. ശാന്തകുമാറായിരുന്നു ഡയറക്ടർ, ആര്യായിരുന്നു ഹീറോ. അതിലെനിക്ക് മാഡ്രിഡ് ഫിലിം ഫെസ്റ്റിവൽ, ടൊറോണ്ടോ ഫിലിം ഫെസ്റ്റിവൽ, ഇതിലൊക്കെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് എനിക്ക് ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു റെക്കഗ്നിഷൻ ആ സിനിമയ്ക്കും ഞാൻ ചെയ്ത ക്യാരക്ടറിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ റിലീസായപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് മഹിമയ്ക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തന്നെ സംശയമായിരുന്നു. ഒരു ടോം ബോയിഷ് എന്നും പറയാൻ പറ്റില്ല, അതൊരു വേറൊരു ക്യാരക്ടറാണത്. നമ്മൾ ഒരിക്കലും ഒരു ഹീറോയിൻ്റെ നമ്മൾ ക്രൈറ്റീരിയയിൽ നിന്ന് അതായത് അതിൽ ഒതുങ്ങാത്ത ഒരു ക്യാരക്ടറാണത്. ഹീറോയിനായിട്ട് നമുക്കൊരിക്കലും അങ്ങനെ ഒരു ക്യാരക്ടറിനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അപ്രീസിയേഷൻ എനിക്ക് തമിഴിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്പേസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മലയാളത്തിൽ. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ അങ്ങനെ വരുവാണെങ്കിൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു പ്രൂവ് മൈ സെൽഫ്. മഹിമ സ്വപ്നം കാണുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനിയും വരാനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഭാഗമായിട്ട് ഇപ്പം ഒബ്സർവേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഇതിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ടാവും. മഹിമ വേറൊരു ലെവലിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസാരം കേൾക്കുമ്പോഴും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഹോംവർക്കോ ഇല്ലെങ്കിൽ പ്രാക്ടീസോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പഠിക്കാനോ, വേൾഡ് സിനിമകൾ ഒരുപാട് കാണലോ അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കൊന്ന് വേൾഡ് സിനിമ എന്നുള്ളതിനേക്കാളും നമ്മളൊരു ലാംഗ്വേജിൽ ജോലി ചെയ്യുമ്പം നമ്മുടെ ഒത്തൻറ്റിക്കായ ഒരു സ്റ്റൈലിലായിരിക്കുമല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം മലയാളം സിനിമ ചെയ്യുമ്പോൾ മലയാളത്തിൻ്റെ അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി ഉണ്ടാവും, തമിഴിന് അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി ഉണ്ടാവും. അപ്പം എനിക്കൊന്ന് വേൾഡ് സിനിമ ഇതൊക്കെ കാണുന്നതിലും നമ്മൾ ചുറ്റുപാട് ഒബ്സർവ് ചെയ്യുന്നതിൽ ഒരു ഭയങ്കര വലിയൊരു കാര്യമുണ്ട് അതിനകത്ത്. അതായത് നമ്മുടെ പച്ചയായ മനുഷ്യരെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി സിനിമ എടുക്കുമ്പോൾ നമ്മൾ വേൾഡ് സിനിമ കണ്ടിട്ട് അവരിങ്ങനെയാണ് പെരുമാറുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് മനസ്സിലാക്കുന്നതിലാണ് കുറച്ചുകൂടെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എങ്ങനെയാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, സംസാരിക്കുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഈ കണ്ണാടി നോക്കി അഭിനയിച്ച് നോക്കുന്ന സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊരു പ്രോസസ്സായി നടക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി നമുക്ക് നോക്കാം. ഇത്രയൊക്കെ സംസാരിക്കുമ്പോഴും ഇതിനകത്തൊരു കാര്യം, RDXന്റെ സമയത്ത് മേക്കപ്പ് ഡള്ളി എന്ന സമയത്ത് സംസാരിച്ചൊരു മഹിമയുണ്ട്. ഈ ബുദ്ധിപരമായി സംസാരിക്കുന്ന ഒരു മഹിമയല്ല അവിടെ കണ്ടത്. അതായത് മഹിമ ഉദ്ദേശിക്കുന്ന സ്റ്റാർഡമോ മഹിമ ഉദ്ദേശിക്കുന്ന ഒരു ആക്സെപ്റ്റൻസോ ഒക്കെ അങ്ങനെ ഒരു ഫെയർ സ്കിന്നിൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളൊരു വിശ്വാസമായിരുന്നോ അതിൻ്റെ പേര്? ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുക. അത് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ കാര്യം വളരെ തെറ്റായി പലരും എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. അങ്ങനെ ഒരു കോൺഷ്യസ് ആയ ഒരു അപ്രോച്ചാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നത്. ഞാൻ ഒരിക്കലും അമ്മ വേഷങ്ങൾ ചെയ്യില്ലായിരുന്നു. ഞാൻ സെക്കൻഡ് ഹീറോയിൻ വേഷം, അതായത് ഹീറോയിനായി വന്നതിന് ശേഷവും ഞാൻ തമിഴിൽ സെക്കൻഡ് ഹീറോയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വില്ലനായി അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ മേർഡറായി അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കോൺഷ്യസ് ആയ ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരാൾക്ക്, ഒരു ഹീറോയിൻ ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് RDXൽ സ്കിൻ ടോൺ ഡള്ള് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ഓഡിഷന് പോയ സമയത്തോ ലുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തോ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. സ്കിൻ ഡള്ളിങ് എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അന്നേരം സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്കിൽ നമ്മൾ നോർമലായി ഇരിക്കുന്നു, പ്രസൻറ്റിലോട്ട് വരുമ്പോഴാണ് നമ്മൾ സ്കിൻ ഡള്ളി. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് മുഖം കരുവാളിച്ച് അങ്ങനെ ഒരു ഇതിലാണ് പ്രസൻറ്റിൽ വരുന്നത്. അപ്പം ഇങ്ങനെ 2 വേരിയേഷൻസ് ഉണ്ടല്ലോ എൻ്റെ ക്യാരക്ടറിന് അതിനകത്ത്. അപ്പം അത്ര മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളായിരുന്നു. അതാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മുടെ പ്രസൻറ്റൊക്കെ ഷൂട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്കിലോട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു കണ്ടിന്യൂറ്റി ജമ്പ് എൻ്റെ ഒറിജിനൽ സ്കിൻ ടോണിൽ നിന്നും അതിലുള്ള, അതായത് പ്രസൻറ്റ് എടുക്കുമ്പോഴുള്ള സ്കിൻ ടോണിൽ നിന്നും ഭയങ്കര ഒരു ജമ്പ് വന്നതുകൊണ്ടും പിന്നെ എൻ്റെ വേഷം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഒരു ആ സമയത്ത് ഒരു 80s 90s ഒരു വേഷം ഈ റിബണൊക്കെ കെട്ടി. അപ്പോൾ എൻ്റെ ഈ സ്കിൻ ടോണിൽ നിൽക്കുമ്പോൾ എന്നെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഫീല് ആ വേഷത്തിലും അതൊക്കെ ഈ സ്കിൻ ടോണും ഒക്കെ കാണും. അങ്ങനെയാണ് എൻ്റെ സ്കിൻ ടോൺ ഡള്ള് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെയാണല്ലോ, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സ്കിൻ ടോൺ ഡള്ള് ചെയ്യുന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചിട്ട് സ്കിൻ ടോൺ ഡള്ള് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് എനിക്കെന്നല്ല, ഇതിപ്പം നമ്മൾ പറയണമെങ്കിൽ ഒരു നെഗറ്റിവിറ്റി പറയണമെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പറയാം. ഇതുപോലെ ഇരുണ്ട നിറമുള്ള അല്ലെങ്കിൽ ഡസ്കി സ്കിൻ ടോണുള്ള ഒരാൾക്ക് പെട്ടെന്ന് സ്കിൻ നമ്മൾ കുറേ പുട്ടിയടിച്ചാൽ അവർക്കും ഇഷ്ടപ്പെടില്ല. ഇത് അത്രയേ ഉള്ളൂ. അതായത് എൻ്റെ സ്കിൻ ടോൺ മാറ്റിയതായിരുന്നു എൻ്റെ പ്രശ്നം, അല്ലാതെ അത് ഡള്ള് ചെയ്തതോ അല്ലെങ്കിൽ എന്നെ കറുപ്പിച്ചു അതല്ല പ്രശ്നം. അപ്പോൾ ഈ ഡസ്കി സ്കിൻ ടോണുള്ള ഒരാളെ പെട്ടെന്ന് വെളുപ്പിച്ചാൽ അവർക്കും ഇഷ്ടപ്പെടില്ല. കാരണം നമ്മൾ സ്ഥിരമായി കാണാത്തൊരു കാര്യമാണല്ലോ. ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. എന്നെ കറുപ്പിച്ചു എന്നുള്ളത്, എൻ്റെ നിറം കറുപ്പിച്ചു എന്നുള്ളതായിരുന്നില്ല. ദാറ്റ് വാസ് നോട്ട് മൈ കൺസേൺ. എന്നോട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അത് ചെയ്തു എന്നുള്ളതായിരുന്നു എൻ്റെ കൺസേൺ. പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ആ സ്കിൻ ടോൺ എന്നത് ഡള്ള് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു ആക്സെപ്റ്റൻസ് കിട്ടില്ലായിരുന്നു. ആ ക്യാരക്ടറിന് അതാണ് വേണ്ടത്, ആ സ്കിൻ ടോൺ ആണ് വേണ്ടത്. അത് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ആക്സെപ്റ്റൻസ് കിട്ടില്ലായിരുന്നു. സോ ഐ എം വെരി ഗ്ലാഡ് ദറ്റ് നഹാസർ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ചോദ്യം ചോദിക്കുമ്പോൾ ചിരി മങ്ങാതെ തന്നെ ഉത്തരം പറഞ്ഞതിന് നന്ദിയുണ്ട്. ആ ചിരി അങ്ങനെ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ആ ചിരി അങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ ജയ് ഗണേഷ് സക്സസ് ആവുമെന്ന് കരുതുന്നുണ്ട്. റിക്വസ്റ്റ് ഉണ്ട്, ആ നീലനിലവെ ഒരു 2 വരിയും കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. ചിലത് അങ്ങനെയാണ് പിന്തുടരുന്നത്. ഞാൻ എവിടെ പോയാലും ഞാനിത് പാടാറുണ്ട് ഇപ്പോൾ, പിന്നെ കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് തന്നെയാണ്. നിന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേൻ തുള്ളികൾ നിറയെ പൊഴിയെ എന്തേ ഇങ്ങനെ മായാജാലമോ നിന്നെ തന്നെ ഞാനെവിടെ മറന്നോ നിറമായി നിഴലായി നീലേ നാളും. അടിപൊളി. താങ്ക് യു. ഈ സൗന്ദര്യം ഇങ്ങനെ തന്നെ തുടരട്ടെ. താങ്ക് യു. വിഷിംഗ് യു ദ സെയിം. താങ്ക് യു.